ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗവർണറുടെ ഒരു നടപടിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മിനിസ്റ്റർ? ബഹുമാനായ ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്റെ ആദ്യത്തെ വാചകവും അവസാനത്തെ കണ്ണിയും ബാധിച്ചു. അത് സാധാരണ ഇപ്പോൾ ഭരണഘടനാപരമായി അദ്ദേഹത്തെ ചെയ്താൽ മതിയാവും. അതേസമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അതിലാണ് മാറ്റം വരേണ്ടത്. ഇക്കാര്യത്തിൽ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിച്ചാലും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ അവസാനം വായിച്ചു. സാധാരണ മുമ്പ് ചില ഗവർണർമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം നിറവേറ്റി എന്നും പ്രതീതി ഉണ്ടാക്കി. ഇതാണ്. എന്നാലും മിനിസ്റ്റർ, സർക്കാരിന്റെ നിരവധി പ്രധാനപ്പെട്ട നയങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടങ്ങിയ നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹം വായിച്ചില്ല എന്ന് പറയുന്നത് ഗവർണറുടെ ഒരു വിചിത്ര നീക്കം എന്ന് തന്നെ വേണ്ടി പറയാം. കാരണം കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് വിട്ടുകളയാം. ഇതിനു മുൻപും ഗവർണർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സാധാരണ നടപടി എന്ന് തന്നെ പറയാം. എന്നാൽ കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം നടത്തിയ ഒരു നയപ്രഖ്യാപനം, അത് തീർത്തും വിചിത്രം എന്ന് തന്നെ വേണ്ടി പറയാൻ. അല്ലാതെ പൂർണ്ണമായി അതിന്റെ ഉള്ളടക്കം സഭയിൽ വിതരണം ചെയ്തല്ലോ. ഇംഗ്ലീഷും മലയാളത്തിലുള്ളത് അപ്പൊ തന്നെ സഭയിൽ വിതരണം ചെയ്തു. പക്ഷെ ഗവർണർ ഈ കാര്യത്തിൽ ഉള്ളടക്കം വായിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ഇത് അവതരിപ്പിക്കുക എന്നതിന്റെ ആദ്യ അവസാനം അത് പറഞ്ഞു. സാധാരണ ഇതിൽ ഒരാൾ നോക്കുമ്പോൾ ആ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മറ്റു രൂപത്തിലാണെന്ന് പൊതുവിൽ നമുക്ക് ബോധ്യപ്പെടും. അതാണ്. ശരി, നന്ദി. മന്ത്രി വി എൻ വാസവനാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത്.